നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ എന്തെങ്കിലും പറ്റിയോ? ഇപ്പൊ ശത്രു വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. ശ്യാമയുടെ ജീവിതത്തില് ഇനി ഒരു കൊലപാതകം കൂടി കാണാനുള്ള ഭാഗ്യമുണ്ട്. മാഡം കൊല്ലിഞ്ഞ അതിനും മടിക്കില്ല. ശ്യാമയുടെ സമ്പത്തിന് ശ്യാമയുടെ മനസ്സില് അവകാശിയുണ്ടായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ അവകാശിയായിട്ട് ഞാനേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇറങ്ങട്ടെ. ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. എന്താ വരുണിത്? എന്താ തല നന്നായിട്ട് തോർത്താത്ത? തലയിൽ വെള്ളം വരുന്ന ജലദോഷം പിടിക്കില്ലേ? ഇതെന്റെ അവകാശമല്ലേ? എന്റെ തല എങ്ങനെ നിന്റെ അവകാശമാവുന്നേ? എന്റെ പണം നിന്റെ അവകാശമായിരുന്നു, അത് നീ വാങ്ങിച്ചു. ഒന്ന് നിർത്ത് വരുൺ. എപ്പോഴും പണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ അകറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതൊക്കെ മറന്നു. ഒരു കാര്യം ചെയ്തേ, ഇവിടെ ഇരുന്നേ. ഇന്ന് വരുണിന് മുടി ചീകി തരുന്നത് ഞാന്. അതെ, നീ അധികം നാളൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നോക്കിയാ മോള് ആറ്റുവാശ്ശേരിയിലിരിക്കും, കേട്ടല്ലോ? വരുൺ, അയ്യ, നിന്റെ ഈ നാണവും പിണക്കും ഒക്കെ കാണുമ്പോണ്ടല്ലോ എന്റെ കൈ ഇങ്ങനെ തരിക്കുക. അടി വാങ്ങി മാറി നിൽക്കും. വരുൺ, വരുൺ, ഇന്ന് വരുണ്ടേ ഈ ഷർട്ട് ഇട്ടാ മതി. എനിക്കിഷ്ടമുള്ളത് ഈ ഷർട്ടാ. ഇഷ്ടായോ? എന്റെ ജീവിതത്തില് ഞാൻ ഇനി ഷർട്ട് ഇട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ഞാൻ കരയുന്നത് വരുൺ കണ്ടില്ലേ? കണ്ടു. ഉള്ളത് പറയാലോ, അത്യാവശ്യം വൃത്തിയായിട്ട് നീ കരയുന്നുണ്ട്. ആരാ നിന്നെ പഠിപ്പിച്ചതൊക്കെ? അല്ലെങ്കിൽ ആര് പഠിപ്പിക്കാനല്ലേ? നിന്റെ കയ്യിലുള്ള അഭ്യാസമൊക്കെ ആർക്കെങ്കിലും പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അതെ, മോൾ ഇവിടെ ഒന്ന് ഇരിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് എന്നോട് എന്തെങ്കിലും സ്നേഹമോ ആത്മാർത്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞൊരു വാക്കില്ലേ, അതൊന്ന് പാലിക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം, കേട്ടോ? ഇത്ര കഷ്ടപ്പെട്ടാൽ ഒരു മാറ്റമില്ലല്ലോ.
കൽപ്പന ദേഷ്യപ്പെട്ടപ്പോ വിഷമം തോന്നിയോ തനിക്ക്? ഇല്ല. അതെന്താ കണ്ണുപൊട്ടുന്ന ചീത്തയല്ലേ പറഞ്ഞത്? കൽപ്പന ചേച്ചി ആരാ? ഏട്ടന്റെ ഭാര്യയല്ലേ? സ്ഥാനം കൊണ്ട് എന്നെ കളും മൂത്തത്. മൂത്തവര് ചിലപ്പോ വഴക്ക് പറയും. അതിന് വിഷമിക്കുന്ന എന്തിനാ? മാത്രല്ല കൽപ്പനേച്ചി വഴക്ക് പറയുമ്പോ ഏട്ടന്റെ ഈ പാവം മുഖം മനസ്സിലോർത്താ മതി. ആ വിഷമൊക്കെ അങ്ങ് മാറിക്കോളും. ചെറുപ്പത്തിൽ ഞാൻ അച്ഛനോടും അമ്മയോടും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. എന്തിനാന്നറിയോ? ഉം. ഒരു അനുജത്തിയെ തന്നില്ല എന്ന് പറഞ്ഞു. ആ പരാതി ദൈവത്തിന്റെ അടുത്ത് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാവും കുറെ വൈകിയെങ്കിലും എനിക്കൊരു പെങ്ങളൂട്ടിയെ തന്നത്. ഞാൻ ഏട്ടനോടൊരു കാര്യം പറയാം. കൽപ്പന ചേച്ചി എന്നെ വഴക്ക് പറയുന്നതോ അതോ മറ്റാരോടെങ്കിലും ബഹളം വെക്കുന്നതോ ഏട്ടനിപ്പോ മനസ്സിലെടുക്കണ്ട. ഏട്ടനിപ്പോ ചികിത്സയിലാണ്. പ്രാർത്ഥനയിൽ മാത്രമായിരിക്കണം. മനസ്സുറപ്പിച്ച് കർമ്മം ചെയ്താല് അതിന് ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ടാവും. മുമ്പൊക്കെ എന്റെ കാല് ചത്തു മരവിച്ച പോലെയായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിലെ രക്തോട്ടം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്റെ കാല് ഉള്ളിൽ അനങ്ങുന്ന പോലെ ഉണ്ട്. ചിലപ്പോ വൈകാതെ ഞാനൊരു ചൂട് വെച്ചേക്കാം. ഒക്കെ നടക്കും. അല്ലാതെ എവിടെ പോവാനാ? ഏട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ദൈവം കൂടുതൽ കാലം പരീക്ഷിക്കില്ല. ആ. അയ്യോ, അയ്യോ, ഏട്ടാ. എന്തെങ്കിലും പറ്റിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.